കഴിഞ്ഞ പോലൊക്കെ എന്റെ കുഞ്ഞു ഓട്ടമായിരുന്നു ഇവിടെ കിടന്ന്. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്. ഇനി കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. ആൻമരിയക്ക് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് അവളുടെ സ്കൂളിൽ വെച്ച് ഒന്ന് മുതുകത്തി ഒന്ന് ഇടിച്ചുകൊണ്ട് നോട്ടീസ് ബോർഡിൻ്റെയൊക്കെ അറ്റത്ത് അപ്പോൾ ഇടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നപ്പോൾ അവളുടെ മുതുകം ഒന്ന് മുഴച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ട് നോക്കി, പിന്നെ കുഴപ്പമില്ല, തടയി കൊടുത്തു, അങ്ങ് മാറി. പക്ഷെ ആ ഒരു മുഴപ്പല അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊണ്ടുപോയി അവൾക്ക് വേദന തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ വലുതാകാൻ തുടങ്ങി. ഞങ്ങളത് കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു. സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അത് ഇടിച്ചുകൊണ്ട് നീര് കല്ലിച്ച് കിടക്കുന്നതാണെന്ന്. അപ്പം നമ്മളതങ്ങനെ വലിയ കാര്യമാക്കിയില്ല അത്. പക്ഷെ അതിനുശേഷം കുഞ്ഞിന് അത് കൂടുതലായിട്ട് വലുതാകാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു. ഒരു ഡോക്ടർ അതത് പഴുപ്പും വെള്ളം കെട്ടിക്കിടക്കും, നമുക്കത് പൊട്ടിച്ചു വിടാമെന്ന് പറഞ്ഞിട്ട് അത് കീറിയത്. പക്ഷെ സ്റ്റിച്ചിടാൻ പറ്റിയില്ല. അത് ആ ഒരു മുറിവ് സെപ്റ്റംബറിലാണ് അത് നമ്മൾ കീറുന്നത്. അത് ഉണങ്ങാൻ ഒരു 3-4 മാസം എടുത്തു. ഉണങ്ങിയതിന് ശേഷം അവളുടെ ശരീരത്തിന് പല സ്ഥലത്തായിട്ട് പൊട്ടാൻ തുടങ്ങി. അക്ഷക്കുഴിയിൽ, കൈയുടെ കുഴിയിൽ, കാലിൻ്റെ ഇടുക്കിലൊക്കെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങി. അതിങ്ങനെ ഓരോ കൊണ്ട് പിന്നെ വേണ്ടി കാണിച്ചു. പക്ഷെ അവർ ആരും ബയോപ്സി എടുത്തില്ല. അതിന് ശേഷം നമ്മളൊരു സർജനെ കൊണ്ട് കാണിച്ചു. ബയോപ്സി എടുത്തപ്പോഴത്തേക്കും ക്യാൻസറിൻ്റെതായ ഒന്നും അവിടെ കണ്ടില്ല. അതിൽ പറഞ്ഞത് വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസീസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാർച്ചിലാണ് ഈ ബയോപ്സി എടുക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പോയി നമ്മൾ ബയോപ്സി എടുത്ത് അതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി സ്കിന്നിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത്. മാർച്ച് 19 ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. എന്നിട്ടും ചിലതൊക്കെ ഉണങ്ങി, ചിലതൊക്കെ ഉണങ്ങാനുണ്ട്. ആൻറ്റിബയോട്ടിക്കും സ്റ്റീറോയിഡ് ഗുളിയൊക്കെ തന്ന് ഞങ്ങളെ വീട്ടിൽ വിട്ടു. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞിന് ഒരു സൈഡിലെ മൂക്ക് അടഞ്ഞുപോയി. റൈറ്റ് സൈഡിലെ മൂക്ക് ഫുള്ളായിട്ട് അടഞ്ഞുപോയി. അപ്പോൾ അത് നമ്മൾ കൊണ്ട് പീഡിയാട്രിക്കിൽ കൊണ്ട് കാണിച്ചു. ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞിന് തന്നെ ടെൻഷനായിരുന്നു. അമ്മ എനിക്ക് എന്താ അമ്മ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പുറകെ വരുന്ന വരുന്ന നമുക്കത് അറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്ന അറിഞ്ഞുകൂടാ. ഞങ്ങളത് പിന്നെ പീഡിയാട്രി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ENT കാണിക്കാൻ. പിന്നെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ട് നമ്മൾ ENTയിൽ കാണിച്ചു. അവർ എൻഡോസ്കോപ്പി എടുത്തു. ഇതൊക്കെ പേടിയാവൊക്കെ, എൻഡോസ്കോപ്പിയൊക്കെ ഭയങ്കര കർച്ച. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകണം. എന്നെ കൂടെ നിർത്തി ഒരു വിധത്തിൽ എൻഡോസ്കോപ്പി എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ദശയാണ് ഇച്ചിരി വലുതാന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിലെ മൂക്ക് ഫുള്ളായിട്ട് അവ കടഞ്ഞു പോയായിരുന്നു. പിന്നെ അതിനുശേഷം CT എടുക്കാൻ പറഞ്ഞു. CT എടുത്തു. CTയിലും പക്ഷെ കുഞ്ഞിന് വേദന മാറുന്നില്ല. തലയ്ക്ക്, പല്ലിന്, അവൾക്ക് എവിടെ വേദന നിർത്തി. ഇത്രയും ഭാഗത്ത് അവൾക്ക് വേദനയാണ്. ഞങ്ങൾക്ക് ഈ വേദന രാത്രി ഉറങ്ങാൻ മേല, കാറ്റടി കൊണ്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് എൻ്റെ മോൾ അനുഭവിച്ചു. അവസാനം ഞങ്ങൾ ആദ്യ കുർബാനയ്ക്ക് വെച്ച പൈസ, അവിടെ ആദ്യ കുർബാന നടത്തിയിട്ടില്ല, പൈസ അവിടെ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി, ബിലീവേഴ്സ് എന്ന് പറഞ്ഞ്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കൂടാതെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സി ഏപ്രിൽ 18 തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഒരു 2 ആഴ്ച ഉണ്ടല്ലോ ബയോപ്സിക്ക് അയച്ചു. നമുക്ക് ആ സ്കിന്നിൽ അയച്ചപ്പോഴും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ടിരുന്നു, എന്നാലും പ്രാർത്ഥിച്ചു. പക്ഷെ മെയ് 1 നമുക്ക് ഈ അസുഖമെന്ന് പറഞ്ഞവർ ദിവസം ഞാൻ ഓർക്കണില്ല. മെയ് 1 ഈ അസുഖമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കരച്ചിലായിരുന്നു ഇവിടെ. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് ഒരു ലെറ്റർ പോലും മേടിക്കാതെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് RCCയിലോട്ട് വന്നു. പിന്നെ അവിടെ കിടന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഒരു ചെറിയ ഡോസിൽ നമ്മൾ പല സ്ഥലത്തായിട്ടല്ലേ ബയോപ്സി എടുത്ത്. അതിൻ്റെ 2 സ്ഥലത്തു നിന്ന് ബ്ലോക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. അവിടുത്തെ നിന്ന് അവർ ചെയ്തപ്പോഴത്തേക്കുമാണ് കുഞ്ഞിന് അനാപ്ലാസ്റ്റിക് ലാർജ് സെൽ ലിംഫോമ എന്ന് പറയുന്നത്, ALCL എന്നാണ് അവളുടെ അസുഖത്തിൻ്റെ പേര്. അത് റെയറാണ്. ഞാൻ അവിടെ വന്നിട്ട് കുറേ കുട്ടികളൊക്കെ അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ട അസുഖം തന്നെയാണ് അവൾക്ക്. ALCL അങ്ങനെ ആർക്കും കേട്ടിട്ടില്ല ഞാൻ എത്രയും നാൾ നിന്നതെങ്കിൽ. പക്ഷെ ആ ട്രീറ്റ്മെൻറ്റിൽ തുടങ്ങി. ഫസ്റ്റ് കീമോ കൊടുത്തു, കുഴപ്പമില്ല. ഫസ്റ്റ് കീമോ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ വന്ന്. ഞങ്ങൾ മോനുള്ളത് കൊണ്ട് നമുക്ക് ലൂർദിലും അങ്ങനെ ഒരു സ്ഥലത്തും നമുക്ക് പറ്റില്ല വന്ന് നിൽക്കാൻ, താമസിക്കാൻ. നമ്മൾ 3 പേരല്ലേ പറ്റും. കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? നമ്മുടെ കൊച്ചുകുഞ്ഞിന് 1 വയസ്സും 2 മാസം. മാർച്ചിൽ 1 വയസ്സ്. ഞങ്ങള് 3 മാസം, ഏപ്രിൽ മെയ്. 1 വയസ്സും 2 മാസം, 1.25 വയസ്സ് പോലും ആയിട്ടില്ല. 1 വയസ്സും 2 മാസം തന്നെ ആയിട്ടുള്ളൂ. ഇവന് പാല് കൂടിയും അറിയത്തില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായിരുന്നു. അവന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ വിഷമങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു വന്നത്. അതിന് ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഹാർട്ടിനെ ബാധിച്ച്, അതിലൊരു മരുന്ന്. പിന്നെ അവൾക്ക് ഹാർട്ടിലുള്ള പമ്പിങ് പറഞ്ഞ് അവൾ അബോധാവസ്ഥയിലായിരുന്നു. അവൾക്ക് അഡ്രിനാലിൻ വരെ പോകുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് അബോധാവസ്ഥയിലായിരുന്നു. സീരിയസ് ആണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ അന്ന് നമ്മളോട് പറഞ്ഞത്. അന്ന് ഞങ്ങൾ പേടിച്ചു. ഇതെല്ലാം റിക്കവറായാണ് അവൾ വന്നത്. അതിൽ നിന്ന് റിക്കവറായി വന്നവളാണ്.
അതിനുശേഷമാണ് ഞങ്ങൾ ലൂർദിൽ താമസിക്കാൻ വരുന്നത്. അവിടുന്ന് ഡിസ്ചാർജ് ആയി. ലൂർദ് മാതാ കെയറിൽ വന്ന കുട്ടികളുടെ അച്ഛന്മാരിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു അച്ഛനാണ് രാജേഷ്. എൻ്റെ മരണം വരെയും ഞാൻ ലൂർദ് മാതാ കെയർ ഓർക്കുമെങ്കിൽ ഞാൻ രാജേഷിനെ ഓർക്കും. ആ സെപ്റ്റംബർ 5, 4, 3 ഞാൻ മറക്കത്തില്ല. നമ്മളെ സദ്യയെല്ലാം കണക്കാൻ വേണ്ടിയൊക്കെ സാധല്ലേ എന്ത് സന്തോഷമാണ്. അത് ജീവിതത്തിൽ കിട്ടത്തില്ല ആ കാര്യം. ഞങ്ങളെല്ലാവരും കൂടെ 7000 പേർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തത് ലൂർദ് മാതാ. അതല്ലേ നമ്മളല്ലേ പായസത്തിന് വേണ്ടി അല്ലേ, പായസത്തിന് വേണ്ടി ഞാനും അച്ഛനൊക്കെ കിടന്ന് നടക്കുന്നത്. സന്തോഷിച്ചാണ് അവിടെ ചെയ്തത്. നമുക്ക് വീട്ടിൽ പോലും അതുപോലെ കിട്ടത്തില്ല. അതുപോലെ തന്ന് സന്തോഷമായ ജീവിതമായിരുന്നു അവിടെ. കുഞ്ഞിന് അസുഖം കൂടിയത് ആ രാത്രിയിലല്ലേ? അന്ന് രാത്രി. അന്ന് കുഞ്ഞ് പോയത് അന്നാണോ പിറ്റേ ദിവസം രാവിലെയാണോ? പിറ്റേ ദിവസം 6-ാം തീയതി. 3:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് അവളുടെ ഹാർട്ട് ബീറ്റ് നിന്ന് പോയി. വെന്റിലോട്ട് കയറ്റുന്നതിന് മുമ്പ് ഹാർട്ട് ബീറ്റ് നിന്നെന്ന് അവർ പറഞ്ഞു. 3:30 ആയിട്ടുണ്ട്. ഞാൻ ഡീക്കനുമായിട്ടാണ് വന്ന് പോയത് രാത്രി. ഡീക്കനുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് ഇത്രയൊക്കെ സീരിയസ് ആണ്. നമ്മള് ഞാൻ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു എനിക്കെന്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ആരും വിശ്വസിച്ചില്ല. എല്ലാവർക്കും അവള് മാറി ട്രീറ്റ്മെന്റ് ചെയ്ത് അവൾ റെഡിയായി. അച്ഛൻ കണ്ടതല്ലേ എന്റെ മോളുടെ അച്ഛനെയും കളിയൊക്കെ. അവള് നല്ല പെർഫെക്റ്റ് ആയി വന്നതാ. പക്ഷെ മരണത്തിലോട്ട് പോകുമെന്ന് ഞങ്ങൾ ആരും കൂടുതൽ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു അവള് മരിക്കാൻ പോവാന്ന്. ആ ടൈമിൽ ആയിഷ കിടന്നപ്പോ എന്നോട് പറഞ്ഞ അമ്മ നമുക്ക് പോകാം. അവള് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നോട്. അബോധാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അവള്. എന്നോട് പറഞ്ഞു അമ്മ നമുക്ക് പോകാം. പിന്നെ രാശേട്ടൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് തലവരെ പൊക്കി എഴുന്നേക്കാനായിട്ട്. അവൾക്ക് ലെങ്സിൽ എങ്ങനെ ബ്ലീഡിങ് ആയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ചെയ്ത മരുന്നിൻ്റെതായിരിക്കാം. കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന സമയത്തെ കുറിച്ച് ജെയ്സണ്, നമ്മുടെ ആംബുലൻസ് കിടക്കുന്ന ജെയ്സൺ പറഞ്ഞത്, പക്ഷേ എനിക്ക് ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ഓർത്തു പോവുക. കാരണം അതുപോലെ ഈ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് കരയായിരുന്നു അവിടെ. ആ ഒരു അന്തരീക്ഷം, ഇവിടെയുള്ള കുട്ടികളും മുതിർന്നവരും സ്കൂളിൻ്റെ അന്തരീക്ഷവും എല്ലാം തന്നെ ഒരു നല്ല തിരക്കാർന്ന്. ഭയങ്കരമായ ഒരു ഈ പ്രദേശവും ഈ ചുറ്റുപാട് മുഴുവനും ജനസമുദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നമ്മൾ പെട്ടെന്നൊരു നമ്മൾ സാധാരണ ജീവിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു അസുഖം വരെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുക, അവിടെ നിന്ന് ലൂർദിൽ താമസിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് അക്സെപ്റ്റ് ആയി പയ്യെ ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയതാണ്. അതിൽ നിന്നാണ് പെട്ടെന്നൊരു ഷോക്കായിരുന്നു എൻ്റെ മോളുടെ മരണം എന്ന് പറയുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ലൂർദ്. ഞാൻ നാട്ടിലോട്ട് പോരാൻ ധൃതി പിടിക്കുമ്പോഴും മോള് പറയും വേണ്ടമ്മ നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി, അമ്മ എന്തിനാ ധൃതി പിടിക്കും, നമുക്ക് പയ്യെ പോയാൽ മതി എന്ന് എപ്പോഴും പറയുള്ളൂ. അവൾക്ക് അവിടെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അവൾക്ക് അവളുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഫ്രീഡം ഇല്ലല്ലോ. ഒരു ബെഡിൽ തന്നെ അവിടെ തന്നെ കിടക്കുക, ഇഞ്ചക്ഷൻ, മരുന്ന്. ലൂർദിലാകുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ലൂർദിൽ നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിലും പോയി പിന്നെ എന്ത് വേണം അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടുത്തെ അതൊക്കെയാണ് അവൾക്ക്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അവൾക്ക് ഫുഡ്. ആശുപത്രിയിലെ ഫുഡ് മാത്രം അവൾ കഴിക്കത്തില്ല, മടുത്തവൾ. ലൂർദിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണ് എൻ്റെ മോള് കഴിച്ചിരുന്നത്. അവൾക്ക് കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിലെ ഫുഡ് ഞാൻ കഴിക്കും, അവൾ കഴിക്കത്തില്ല. എനിക്ക് ലൂർദിലെ ഫുഡ് മതി എന്ന് പറയും.